ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും ജേണൽ എൻട്രീസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടോപ്പിക്കിലേക്ക് കടക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഓൺ ഷെയർ തന്നെ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, ആ ഇഷ്യൂ ചെയ്ത ഷെയർ കമ്പനി തന്നെ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുക, അല്ലേ? ബൈ ബാക്ക് സിംപ്ലി മീൻസ് ബൈയിങ് ഓഫ് ഓൺ ഷെയർ. ഓക്കെ, ഇറ്റ് അലൗ എ കമ്പനി ടു ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർ വിച്ച് വേർ ഇഷ്യൂഡ് ബൈ ഇറ്റ് ഏർലിയർ. It is a method of cancellation of a company's share capital. It leads to reduction in the share capital of a company. അപ്പോൾ കമ്പനിയുടെ ഓൺ ഷെയർ തന്നെ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആ പർച്ചേസ് ചെയ്ത ഷെയർ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബൈബാക്ക് എന്നുള്ളത് ഒരു ക്യാൻസലേഷൻ മെത്തേഡാണ്. ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. ഇനി എപ്പോഴാണ് ഒരു കമ്പനി ബൈ ബാക്ക് ചെയ്യുക? അപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് സർപ്ലസ് ആയിട്ട് ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ മുന്നിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഹൈ ഡിവിഡൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് സർപ്ലസ് ആയിട്ടുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ കമ്പനിക്ക് വേറൊരു കമ്പനിയെ അക്യൂർ ചെയ്യാം. ആൻഡ് ഇനി വേറൊരു ഓപ്ഷനാണ് കമ്പനിക്ക് ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് ഷെയർസ് ബൈ ബാക്ക് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ റീസൺ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ദ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ EPS. EPS മീൻസ് ഏർണിംഗ് പെർ ഷെയർ. ഒരു ഷെയറിന് എത്രയാണ് ഏർണിങ്സ് ഉണ്ട് എന്നുള്ളതാണ് EPS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ EPS കൂടാൻ ബൈബാക്ക് സഹായിക്കും. എങ്ങനെയാണ് EPS കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, EPS ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 10 lakh ആണെന്ന് വിചാരിക്കുക. 10 lakh ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ്, ആ കമ്പനിയിൽ ഷെയർസ് ഉള്ളത് 1 lakh ആണ്. ഓക്കെ, 1 lakh ഷെയർ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ EPS എന്ന് പറയുന്നത്, so EPS is equal to 10 lakh divided by 1 lakh. That is 10 lakh എന്നുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ 1 lakh നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ EPS is equal to ₹10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറിന് 10 രൂപയാണ് ഏർണിങ്സ് എന്നുള്ളത്. ഇനി ഇതിൽ നിന്ന് കമ്പനി 1 lakh ഷെയറിൽ നിന്ന് പകുതി ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 ഷെയർ കമ്പനി തന്നെ തിരിച്ച് അത് വാങ്ങുന്നു, എന്നിട്ട് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് 1 lakh നിന്ന് 50,000 ആയിട്ട് മാറും, അല്ലേ? അങ്ങനെ ആ എന്താ പറയുക, ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ EPS എന്ത് ചെയ്യും, കൂടും. ഇപ്പോൾ EPS നമുക്ക് കിട്ടുന്നത് എത്രയാണ്, ₹20. അപ്പോൾ ബൈബാക്ക് എന്തിനെ സഹായിക്കും? ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ EPS, ഏർണിംഗ് പെർ ഷെയർ കൂട്ടാൻ ബൈബാക്ക് സഹായിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ വിൽ ഗോ അപ്പ്. ഷെയർ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, ആ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടും എന്നാണ് പറയുന്നത്. വെച്ചാൽ ഷെയർ ബൈബാക്ക് ചെയ്യുന്നത് ഹൈ പ്രൈസിലാകും ബൈബാക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു റിട്ടേൺ സർപ്ലസ് ദ ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫണ്ട്, എന്ന് പറഞ്ഞു, ഇപ്പോൾ കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ, കമ്പനിയുടെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് ബൈബാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്ര ഷെയർ ഉള്ളവർ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ആ സർപ്ലസ് ക്യാഷ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസ് ദ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ ദി കമ്പനി. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് കൂട്ടാൻ എന്ത് ചെയ്യും, ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റ് എടുക്കുന്ന ആൾക്കാരാണ് പ്രൊമോട്ടേഴ്സ്, അല്ലേ? ഈ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ്, ഇപ്പോൾ ഒരു കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ് 60%, അല്ലേ? പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ് 60%, പബ്ലിക്കിൻ്റെ ഹോൾഡിങ്
40% ആണ്. ഓക്കെ, അപ്പോൾ മൊത്തം ഷെയർ ക്യാപിറ്റലിൻ്റെ 60% പ്രൊമോട്ടേഴ്സും ബാക്കി 40% പബ്ലിക്കാണ്. ഇനി പബ്ലിക്കിൽ നിന്ന് കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പബ്ലിക്കിൻ്റെ 40% നിന്ന് പകുതി എന്ത് ചെയ്യുന്നു, ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിങ് അവിടെ അങ്ങനെ തന്നെ ഉണ്ടാകും. പബ്ലിക്കിൽ നിന്ന് ഇപ്പോൾ പബ്ലിക് 50% എന്ത് ചെയ്യുന്നു, ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ഷെയർ ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഷെയർ ഹോൾഡിങ്ങിൻ്റെ അല്ലേ, ഇപ്പോൾ എത്ര 80-ൽ 60% ഹോൾഡ് ചെയ്യുന്നത് പ്രൊമോട്ടേഴ്സാണ്. ബാക്കി 20% ഉള്ളൂ ആര്, പബ്ലിക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ കൺട്രോൾ ഉണ്ടാവാൻ പ്രൊമോട്ടേഴ്സിന് കൂടുതൽ, ആ കമ്പനിയിൽ കൂടുതൽ കൺട്രോൾ ഉണ്ടാവാൻ പ്രൊമോട്ടേഴ്സിന് എന്ത് ചെയ്യും, ഈ ബൈബാക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസ് ദ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ ദി കമ്പനി. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇത് സംബന്ധിച്ചിടത്തോളം ഇത് റിവാർഡാണ്. കാരണം ബൈബാക്ക് ചെയ്യുന്നത് നോർമലി ബൈബാക്ക് ചെയ്യുമ്പോൾ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു റിവാർഡാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് വിൽ ഇംപ്രൂവ് ദ കമ്പനീസ് ഇമേജ്. ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഇമേജസ് ഇൻക്രീസ് ആകും. അപ്പോൾ ഇതാണ്, ദീസ് ആർ ദ റീസൺ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ബൈബാക്ക്. ഓക്കെ, ദ നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ബൈബാക്ക് എന്തൊക്കെയാണ്? നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ, ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് കണ്ടെത്തണം അല്ലേ. ഇപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ക്യാഷാണ് കിട്ടുന്നത്. ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യുന്നു, തിരിച്ച് ക്യാഷ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എ കമ്പനി ക്യാൻ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഔട്ട് ഓഫ് ദി ഫോളോയിങ്സ്. ഒന്ന് ഫ്രീ റിസർവ്സ്. ഫ്രീ റിസർവ്സിൽ നിന്ന് കമ്പനിക്ക് ഫണ്ട് ഉപയോഗിക്കാം. റിസർവ്സ് ദാറ്റ് ആർ ഫ്രീ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ഡിവിഡൻഡ്. നമ്മൾ പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള റിസർവ്സ് ആണ് ഫ്രീ റിസർവ്സ്. ഇനി സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ടും ഉപയോഗിക്കാം. ദെൻ തേർഡ് സോഴ്സ് പറയുന്നത് പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് അതർ സെക്യൂരിറ്റീസ്. അപ്പോൾ നമ്മൾ പുതിയ വേറെ ഏതെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ഒക്കെ ഫണ്ട് കണ്ടെത്തിയിട്ട് ആ ഫണ്ടിൽ നിന്നും ക്യാഷ്, അപ്പോൾ പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടും. ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബൈബാക്ക് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് കഴിഞ്ഞാൽ ദ പ്രൊസീഡ്സ് ഓഫ് ഏർലിയർ ഇഷ്യൂ ഓഫ് സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ദി ബൈബാക്ക്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫണ്ട് കണ്ടെത്താൻ പാടില്ല. ദ എക്സാമ്പിൾ, ഇഫ് ഇക്വിറ്റി ഷെയർസ് ആർ ടു ബി ബ്രോഡ് ബാക്ക് ബൈബാക്ക് ദ പ്രിഫറൻസ് ഷെയർ ഓർ ഡിബഞ്ചർ മേ ബി ഇഷ്യൂഡ് ഫോർ ദി പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാം. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ തന്നെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതാണ് ആ പോയിന്റ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, കണ്ടീഷൻസ് ഓഫ് ബൈബാക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്? ബൈബാക്ക് ചെയ്യുമ്പോൾ കമ്പനീസ് ആക്ട് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഷാൾ ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. അപ്പോൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിരിക്കണം, അങ്ങനെ ബൈബാക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യണമെന്ന് ഒരു ഓതറൈസ് എന്ത് ചെയ്തിരിക്കണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത്, എ കമ്പനി ഷുഡ് പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ മീറ്റിംഗ് ഓതറൈസിങ് ബൈ ദി ബൈബാക്ക്. ബൈബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിരിക്കണം. ഇപ്പോൾ ബൈബാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് ഒരു അജണ്ട ഇട്ടിട്ട് ആ അജണ്ട കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ മുഖേന എന്ത് ചെയ്യണം, പാസ്സാവണം. ഓക്കെ, എങ്കിൽ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി if the buyback is up to 10% of total equity capital and free reserves of the company. കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും പ്ലസ് ഫ്രീ റിസർവ്സിൻ്റെയും 10% അല്ലെങ്കിൽ അതിനേക്കാൾ കുറവോ ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്താൽ മതി, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. എത്രയാണെന്നുണ്ടെങ്കിൽ ബൈബാക്ക് ചെയ്യുന്നത് അല്ലേ, ഷെയർ ബൈബാക്ക് ചെയ്യുന്നത് 10%ഓ അതിനേക്കാൾ കുറവോ ആണെന്നുണ്ടെങ്കിൽ,
ഇപ്പോൾ ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ അല്ലെ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും 10%-നേക്കാൾ കുറവാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷൻ പാസ്സായാൽ മതി അല്ലേ. ഇനി 10%-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ബട്ട് ഓൺലി വൺ ബൈബാക്ക് ഈസ് അലൗഡ് ഇൻ എ ഇയർ അണ്ടർ ദി റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിട്ട് വർഷത്തിൽ ഒരു വട്ടം മാത്രമേ ബൈബാക്ക് അലൗഡ് ഉള്ളൂ. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ നെക്സ്റ്റ് പോയിന്റ്, ബൈബാക്ക് ഷുഡ് ബി ലെസ് ദാൻ 25% ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും 25%-നേക്കാൾ കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത് അല്ലേ. ലെസ് ദാൻ 25%-ഓ അതിനേക്കാൾ കുറവോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദ ബൈബാക്ക് ഷുഡ് ബി ലെസ് ദാൻ 25% ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഫ്രീ റിസർവ്സിൻ്റെയും ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും 25%-ഓ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 30 lakh അല്ലേ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 30 lakh, ഫ്രീ റിസർവ്സ് 10 lakh. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ എന്നുള്ളത് 40 lakh ആണ്. അപ്പോൾ 40 lakh ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 25%, അപ്പോൾ 40 lakhൻ്റെ 25% എന്ന് പറയുമ്പോൾ 10 lakh. ആ 10 lakhൻ്റെ എമൗണ്ട് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും 25%-നേക്കാൾ കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ദെൻ ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം 10 lakh ആണ് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈബാക്കിന് എത്ര രൂപക്കാണോ ചെയ്യുന്നത് അത് ഈ എമൗണ്ടിനോട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഷെയർ മാക്സിമം ബൈബാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 10 lakh ആണ് അല്ലേ, 10 lakh ആണ് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം പറഞ്ഞു. ഇനി ഇത് ഒരു ഷെയർ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 20 രൂപയാണ് ബൈബാക്ക് ചെയ്യുന്ന ഷെയറിന് കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബൈബാക്ക് ചെയ്യുന്നത് ഒരു ഷെയറിന് 20 രൂപ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം കമ്പനിക്ക് 50,000 ഷെയർ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. 50,000 ഷെയർ ഇപ്പോൾ എത്രയായി, 5 ലക്ഷം ഇല്ലേ. അപ്പോൾ ഇതിൽ 50,000 ഷെയർ മാത്രമേ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, നെക്സ്റ്റ് പറയുന്നു. ഓക്കെ, ആൻഡ് ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഇൻ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ഇറ്റ്സ് ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ദി ഫിനാൻഷ്യൽ ഇയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ കൂടുതൽ ഒരു വർഷം ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 30 lakh ആണ് അല്ലേ. നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം, 30 lakh. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 rupees ആണെന്നുണ്ടെങ്കിൽ മൊത്തം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര വരും, 3 lakh ഷെയർസ് വരും. ഈ 3 lakh ഷെയർസിൻ്റെ 25%-നേക്കാൾ എന്താ പാടില്ല, കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ 3 lakhൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 ഷെയർസ് എന്ത് ചെയ്യാൻ പാടില്ല, അതിനേക്കാൾ കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പോയിന്റിൽ, ക്ലിയർ? എന്താ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫ്രീ റിസർവ്സിൻ്റെയും ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും 25%-നേക്കാൾ കൂടുതൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 25%-നേക്കാൾ കൂടുതൽ ഒരു വർഷം ബൈബാക്ക് ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോക്കാം. ദ ഡെബ്റ്റ് ഇക്വിറ്റി ഇൻക്ലൂഡിങ് ഫ്രീ റിസർവ്സ്, ഇക്വിറ്റിയിൽ എന്ത് പെടുന്നുണ്ട്, ഫ്രീ റിസർവ്സും കൂടി പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെബ്റ്റ് ഇക്വിറ്റി റേഷ്യോ is not more than 2:1 after such buyback. ഇപ്പോൾ ഡെബ്റ്റ് ഇക്വിറ്റി റേഷ്യോ ബൈബാക്കിന് ശേഷം 2:1 കൂടുതലാവാൻ പാടില്ല. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. കമ്പനിയുടെ ഡെബ്റ്റ് ക്യാപിറ്റൽ, ഡെബ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിബെഞ്ചറും ലോണൊക്കെ ഉണ്ടാവും, അതൊക്കെ കൂടിയിട്ട് മൊത്തം ഉള്ളത് 40 lakh ആണ്.
ഇക്വിറ്റിയും 40 ലാക്കാണ്. ഈ ഇക്വിറ്റിയിൽ 30 ലാക്ക് പെയ്ഡപ്പും 10 ലാക്ക് റിസർവ്സും കൂടിയിട്ടാണ്. ഓക്കെ, 40 ലാക്കാണ്. ഇപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4:4, ദാറ്റ് ഈസ് 1:1 അല്ലേ, 2:2, 1:1 എന്നൊക്കെ പറയും. ഇനി ഈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് 10 ലാക്ക് ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ 10 ലാക്ക് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്വിറ്റി എത്രയേ ഉണ്ടാവുള്ളൂ? 30 ലാക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ റേഷ്യോ എത്രയാണ്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് 4:3. ഓക്കെ, അപ്പോഴും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 2:1.5 എന്നുള്ളതാണ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് 2:1 കൂടുതലാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ബൈബാക്ക് ചെയ്യുന്നത് 2,50,000 25 ലാക്ക് ബൈബാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 25 ലാക്ക് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ കയ്യിൽ 50 ലാക്ക് ഇക്വിറ്റി ഉണ്ടാവുള്ളൂ. 40 ലാക്കിൽ നിന്നും 25 ലാക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 50 ലാക്ക്. ഇപ്പോൾ ഇവിടെ ബൈബാക്കിൻ്റെ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 4:1.5 ആണ് വരിക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2:0.75 ആണ് അതിൻ്റെ വരിക. അപ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് എന്ത് ചെയ്തു? 2:1 കൂടി. ഇപ്പോൾ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ കൂടും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടുതലാവാൻ പാടില്ല. എന്തിൻ്റെ ശേഷം? ബൈബാക്ക് ചെയ്തതിൻ്റെ ശേഷം. അപ്പോൾ ബൈബാക്ക് ചെയ്തതിൻ്റെ ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോട്ട് മോർ ദാൻ 2:1. ക്ലിയർ? ദ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഓൾ ദി ഷെയർസ് ഓർ സ്പെസിഫിക് സെക്യൂരിറ്റീസ് ഫോർ ബൈബാക്ക് ആർ ഫുള്ളി പെയ്ഡ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് ഷെയർസ് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ദ നെക്സ്റ്റ്, buyback must be completed within 12 months from the date of the passing special resolution. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മാസത്തിനുള്ളിൽ ബൈബാക്കിൻ്റെ പ്രോസസ്സ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എ കമ്പനി കനോട്ട് വിഡ്രോ ദ ഓഫർ ഓഫ് ബൈബാക്ക് വൺസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ്. ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ കമ്പനിക്ക് പറ്റില്ല. നമ്മൾ ബോണസിൻ്റെ കേസിലാണ് തന്നെ പറഞ്ഞത്, ബോണസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ബൈബാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ദ നെക്സ്റ്റ്, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ബൈബാക്ക് എ കമ്പനി കനോട്ട് ഇഷ്യൂ സെയിം കൈൻഡ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ഫോർ എ പീരീഡ് ഓഫ് 6 months. അപ്പോൾ ബൈബാക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്തു, എന്നാൽ ഇനി 6 മാസത്തേക്ക് ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യാൻ പാടില്ല? ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് സെക്യൂരിറ്റീസ് പിന്നെ 6 മാസത്തേക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ക്ലിയർ? ദ നെക്സ്റ്റ് പോയിന്റ്, ദ കമ്പനി കനോട്ട് യൂസ് എനി മണി ബോറോഡ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ എന്ത് ചെയ്യാൻ പറ്റില്ല? മണി ബോറോ ചെയ്തിട്ട് എന്ന് വെച്ചാൽ ലോൺ എടുത്തിട്ട് ആ ക്യാഷ് കൊണ്ട് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്തിട്ട് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ദ ലാസ്റ്റ് പോയിന്റ്, ദ കമ്പനി ഷാൾ നോട്ട് യൂട്ടിലൈസ്ഡ് എനി പ്രൊസീഡ്സ് ഓഫ് an earlier issue of same kind of shares and securities for the purpose of the buyback. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്യാഷ് കൊണ്ട് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സെയിം കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രിഫറൻസ് ഷെയറോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻസ് ഫോർ ബൈബാക്ക് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മോഡ്സ് ഓഫ് ബൈബാക്ക്. ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് ബൈബാക്ക് എന്നുള്ളത്? ഫസ്റ്റ്, ത്രൂ ടെൻഡർ ഓഫർ. സെക്കൻഡ് വൺ, ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്, ഫ്രം ഓപ്പൺ മാർക്കറ്റ്. നെക്സ്റ്റ് വൺ, ഫ്രം ഓഡ് ലോട്ട്സ്. ഇപ്പോൾ ഇതെന്താണെന്നുള്ളത് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് ഈസ് ദ മോഡ്സ് ഓഫ് ബൈബാക്ക്. ബൈബാക്ക് ചെയ്യുന്ന രീതിയാണ്. ഫസ്റ്റ് വൺ, ത്രൂ ടെൻഡർ ഓഫർ. ഓക്കെ, ഇവിടെ കമ്പനി ആദ്യം നമുക്ക് വായിക്കാം. എ കമ്പനി മേക്സ് എ ടെൻഡർ ഓഫർ ടു ഷെയർ ഹോൾഡേഴ്സ് ടു ബൈ ബാക്ക് ദ ഷെയർസ് ഓൺ എ ഫിക്സ്ഡ് ഡേറ്റ് അറ്റ് എ ഫിക്സ്ഡ് പ്രൈസ്.
കമ്പനി ഒരു പ്രൈസ് പറയും, ആ പ്രൈസിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ പ്രൈസിൽ ഷെയർ ബൈബാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് ആർക്കെങ്കിലും അവരുടെ ഷെയർസ് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമ്പനിയെ എന്ത് ചെയ്യുക, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ അറിയിക്കുക. ഇപ്പോൾ കമ്പനി ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനോട് പറയുകയാണ് ഇങ്ങനെ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇത്രയാണ് ബൈബാക്ക്, ഇത്ര രൂപക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്. നോർമലി മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടാകും ബൈബാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര രൂപക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്, അത് ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ അത് ബൈബാക്ക് ചെയ്യുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, കമ്പനിക്ക് അത് വിൽക്കുന്നു. ഇനി കമ്പനി ഇപ്പോൾ വിൽക്കാൻ വേണ്ടി വെച്ചു, അല്ലെങ്കിൽ കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ വിൽക്കാൻ വേണ്ടി റെഡി ആയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഷെയർ ബൈബാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് എ കമ്പനി വാണ്ട്സ് ടു ഗിവ് ടെൻഡർ ഓഫർ ദെൻ ഇറ്റ് ഹാസ് ഓപ്പൺ എസ്ക്രോ അക്കൗണ്ട്. അപ്പോൾ കമ്പനി ഇങ്ങനെ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ, ടെൻഡർ ഓഫർ മുഖേന ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എസ്ക്രോ അക്കൗണ്ട് ഒരു തേർഡ് പാർട്ടിൻ്റെ ഏതെങ്കിലും ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയാണ് എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താണ് എസ്ക്രോ അക്കൗണ്ട്? എസ്ക്രോ അക്കൗണ്ട് മീൻസ് ആൻ അക്കൗണ്ട് ഇൻ വിച്ച് മണി ഈസ് ഹെൽഡ് അണ്ടിൽ എ സ്പെസിഫൈഡ് ഡ്യൂട്ടി ഈസ് പെർഫോംഡ്, ദാറ്റ് ഈസ് ടിൽ ദി കൺസിഡറേഷൻ ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ് ഈസ് പെയ്ഡ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നത് വരെ ആ എസ്ക്രോ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് എന്ത് ചെയ്യണം, ഫണ്ട് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് നിക്ഷേപിക്കണം. എത്രയാണ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എ കമ്പനി ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ഈക്വൽ ടു. അപ്പോൾ എന്താണ് എസ്ക്രോ അക്കൗണ്ട്? ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ അക്കൗണ്ടിൽ ഫണ്ട് എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എസ്ക്രോ അക്കൗണ്ടിൽ നിന്ന് കമ്പനിക്ക് വേണമെങ്കിൽ ഫണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇഫ് ദ കൺസിഡറേഷൻ പേയബിൾ ഡസ് നോട്ട് എക്സീഡ് 100 crore then 25% ഓഫ് ദി കൺസിഡറേഷൻ. ബൈബാക്ക് ചെയ്യുന്നത് 100 crore കുറവാണെന്നുണ്ടെങ്കിൽ, 100 crore അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എത്രയാണോ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അതിൻ്റെ 25%. ഇനി ഇഫ് ദ കൺസിഡറേഷൻ പേയബിൾ എക്സീഡ് 100 crore, 100 crore മുകളിലേക്കാണ് ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ 100 crore 25%, ബാക്കി വരുന്ന എമൗണ്ട് 100 crore മുകളിലേക്ക് ബാക്കി എത്രയാണോ എമൗണ്ട് വരുന്നത് അതിൻ്റെ 10% ഈ എസ്ക്രോ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഇത് ഈ എന്താ പറയുക, ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആ എസ്ക്രോ അക്കൗണ്ടിൽ ആ ഫണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മോഡ്സ് ആണ് പറയുന്നത് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിലൂടെ എന്ത് ചെയ്യാം, കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാം. ഇതിൽ 2 മെത്തേഡ് പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. എന്താണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്? അപ്പോൾ കമ്പനിക്ക് എത്ര രൂപക്കാണ് ഷെയർ ബൈബാക്ക് ചെയ്യുന്നത് എന്ന് കമ്പനിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്നുള്ളത്. ഇവിടെ കമ്പനി മർച്ചൻ്റ് ബാങ്കർ വഴിയാണ് ഈ പ്രോസസ്സ് നടത്തുന്നത്. ഇപ്പോൾ മർച്ചൻ്റ് ബാങ്കർ കമ്പനിയുടെ എല്ലതും ഒന്ന് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഒരു പ്രൈസ് റേഞ്ച് ഡിസൈഡ് ചെയ്യും. ഒരു റേഞ്ചാണ്, പ്രൈസിൻ്റെ റേഞ്ച് ഡിസൈഡ് ചെയ്യുന്നു. ആ പ്രൈസ് റേഞ്ച് പറയുന്നത് ബൈബാക്ക് ചെയ്യുന്ന ഷെയറിന് മിനിമം ഇത്ര രൂപ, ഓക്കെ, ഇത്ര രൂപയും വരെ ആകാം, അതേപോലെ തന്നെ മാക്സിമം എത്ര രൂപ വരെ ആകാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് റേഞ്ച് ഇപ്പോൾ മർച്ചൻ്റ് ബാങ്കർ സ്റ്റഡി ചെയ്തിട്ട് ഒരു പ്രൈസ് റേഞ്ച് പറയുന്നു. ആ പ്രൈസ് റേഞ്ച് 150 to 180 ആണ്. ഓക്കെ, 150 to 180 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം പ്രൈസ് 150. ഇപ്പോൾ കമ്പനി ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷെയറിന് മിനിമം 150 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ മാക്സിമം 180. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബൈബാക്ക് ചെയ്യുന്ന ഷെയറിൻ്റെ പ്രൈസിൻ്റെ വില ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാകും. ക്ലിയർ? ഇനി ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, അവരുടെ ഓഫർ റിസീവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇനി ഷെയർ ഹോൾഡേഴ്സ് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ എണ്ണവും എത്ര രൂപക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പറയണേ, ഇപ്പോൾ 150 ഉള്ളത് 50,000 ഷെയർസ് 150ക്ക് വിൽക്കാൻ ഷെയർ ഹോൾഡേഴ്സ് റെഡിയാണ്.
ദെൻ 155-ന് 45,000 ഷെയർ ഹോൾഡേഴ്സ്, അതിൻ്റെ 45,000 ഷെയർ ഹോൾഡേഴ്സ് 150-ക്ക് വിൽക്കാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ 160-ക്ക് 60,000 ഷെയർ ഹോൾഡേഴ്സ് വിൽക്കാൻ തയ്യാറാണ്. ദെൻ 165-നാണെന്നുണ്ടെങ്കിൽ 75,000 ഷെയർ ഹോൾഡേഴ്സ് വിൽക്കാൻ റെഡിയാണ്. ദെൻ 170 ആണെന്നുണ്ടെങ്കിൽ 80,000 ഷെയർ ഹോൾഡേഴ്സ് വിൽക്കാൻ റെഡിയാണ്. 175-ന് 65,000 ഷെയർ ഹോൾഡേഴ്സും 180-ക്ക് 70,000 ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ് ഏതാണ് ആ പ്രൈസ് എന്ത് ചെയ്യുന്നു, കമ്പനി ഫിക്സ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 170. അപ്പോൾ 170-ക്ക് ബൈബാക്ക് ചെയ്യാം എന്നുള്ളത് കമ്പനി എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. എ കമ്പനി മേക്സ് ടെൻഡർ ഓഫർ ടു ദി ഷെയർ ഹോൾഡേഴ്സ് ടു ബൈ ബാക്ക് ഷെയർ ആൻഡ് പ്രൊവൈഡ് എ റേഞ്ച് പോസിബിൾ പ്രൈസസ്. ദെൻ ഷെയർ ഹോൾഡേഴ്സ് മേക്ക് ദെയർ ബിഡ്സ് ബൈ സ്പെസിഫൈങ് ദി നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് മിനിമം പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ വില്ലിംഗ് ടു സെൽ ദെയർ ഷെയർ. ഓക്കെ, ആ പ്രൈസിൽ അവരെന്ത് ചെയ്യുന്നു, എത്ര നമ്പർ ഓഫ് ഷെയർസാണ്, എത്ര രൂപക്കാണ് അവർ വിൽക്കാൻ റെഡി ആവുന്നുള്ളതെന്ന് സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ, എ കമ്പനി റിവ്യൂ ദ ബിഡ്സ് റിസീവ്ഡ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും കിട്ടിയ ബിഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രൈസിൻ്റെ റേഞ്ച് അല്ലേ, ആ പ്രൈസ് വെച്ചിട്ട് അവർക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിലൂടെ നമ്മൾ ബൈബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി മെത്തേഡിലൂടെ ബൈബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എസ്ക്രോ അക്കൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. ദ നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എ കമ്പനി ബൈ back its shares directly from the stock market, then the transactions are executed by the company's brokers. അപ്പോൾ കമ്പനി ബ്രോക്കേഴ്സ് വഴി ഷെയർ മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്പനി ഓൺ ഷെയറിനെ പർച്ചേസ് ചെയ്യുന്നതാണ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എസ്ക്രോ അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് മോഡാണ് ഓഡ് ലോട്ടേഴ്സ്. ഓഡ് ലോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷെയറുള്ള ആൾക്കാരാണ് ഓഡ് ലോട്ടേഴ്സ്. The company may locate the odd lots of shares. The block odd lots എന്ന് പറഞ്ഞാൽ എന്താണ്, the block of shares that is not held multiple of 100. അപ്പോൾ 100 ഷെയർസിൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് ഷെയറുള്ള ആൾക്കാർ, അവരെയാണ് ഓഡ് ലോട്ടേഴ്സ് എന്ന് പറയുക. അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കമ്പനി ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, പർച്ചേസ് ദം ബാക്ക് ഫ്രം ദി ഓഡ് ലോട്ട് ഹോൾഡേഴ്സ്. അപ്പോൾ ഓഡ് ലോട്ട് ഹോൾഡേഴ്സിൽ നിന്നും ഷെയർ ബൈ ബാക്ക് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രം ഓഡ് ലോട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്, അതിൻ്റെ അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജ്, റീസണ്, ബെനിഫിറ്റ്, സോഴ്സസ്, കണ്ടീഷൻസ് ആൻഡ് മോഡ്സ് ഓഫ് ബൈ ബാക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷന്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്കും ജേണൽ എൻട്രീസിലൊക്കെ കടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് പാർട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.